ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാൻ ലൈവിൽ അതിരാവിലെ തന്നെ പൊരിഞ്ഞ വാക്കുതർക്കമാണ്. സംഭവം അനീഷും ഷാനവാസും തമ്മിലാണ്. പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ മുതൽ ആദില നൂറയും അനീഷും തമ്മിൽ ഒരു വാക്കുതർക്കം നടന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ അനീഷ് ഷാനവാസിന്റെ പേര് അവിടെ എടുത്തിട്ടപ്പോൾ ഷാനവാസ് അത് കണ്ട് പൊട്ടിത്തെറിക്കും. അത് കണ്ട് അനീഷ് പറയും ഇവരെന്തേലും പറയുമ്പോഴേക്കും ഷാനവാസ് കയറി വരുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് കേട്ട് ഷാനവാസ് പറയും നീ ഇപ്പൊ എന്റെ പേര് വലിച്ചിട്ടോ, പട്ടി കുരയ്ക്കുന്ന പോലെ നീ എന്റെ പേര് വലിച്ചിട്ടില്ലേ, നിനക്കെന്താ ഞാൻ ഇടപെടുന്നത് കൊണ്ട് പേടി, നിന്നെ ഞാൻ തുറന്നു കാണിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, നിന്നെ ഞാൻ വലിച്ചു കീറും എന്നെല്ലാം ഷാനവാസ് പറയും. അപ്പോൾ അതിൽ പറയും മനീഷേട്ടാ ഇവിടെ കോമണർ സെലിബ്രിറ്റി അങ്ങനെയൊന്നുമില്ല, ഇവിടെ എല്ലാവരും കണ്ടസ്റ്റന്റ് ആണ്, നിങ്ങൾ ഇവിടെ ആർമി പേജൊക്കെ ഉണ്ടാക്കി വന്ന് ഇത്ര നാൾ കളിച്ചില്ലേ, അത് മതി. അപ്പോൾ ഷാനവാസ് പറയും പുറത്ത് അനുവിനെ നീ ഉണ്ടാക്കിയെടുത്ത നിന്റെ ആർമി ഉണ്ടല്ലോ അവരനുവിനെ പുറത്ത് ആക്രമിച്ചുകൊണ്ടിരിക്കുകയെന്ന് അനുവിന്റെ അമ്മ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അനീഷ് പറയും നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങളിപ്പോ പറഞ്ഞു വരുന്നത് പുറത്തുള്ള കാര്യങ്ങളെല്ലാം ഫാമിലീസ് ഇവിടെ വന്ന് പറഞ്ഞു എന്നല്ലേ. അത് കേട്ടതോടുകൂടി അതിലെ പറയും അങ്ങനെ തന്നെ നിങ്ങളോട് നിങ്ങളുടെ ഫാമിലി പറഞ്ഞത് എന്താ, ആദ്യം വന്ന പോലെ ഒറ്റക്കൊമ്പനായിട്ട് നിൽക്കാനല്ലേ, അത് ഞാൻ കേട്ടു, നിങ്ങളോട് പറയാമെങ്കിൽ ഞങ്ങളോടും പറയാം. അപ്പോൾ അനീഷ് പറയും നിങ്ങളിവിടെ ഇരട്ടത്താപ്പാണ്, നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് വന്ന ഫാമിലി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്ന്, ഇപ്പോൾ നിങ്ങളെല്ലാം അത് മാറ്റി പറഞ്ഞു, ഇത് നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് എന്നൊക്കെ പറഞ്ഞ അനീഷ് കട്ടക്കലിപ്പിലാണ്. എന്തായാലും മതി രാവിലെ തന്നെ PR-ഉം ആർമിയും എല്ലാം പറഞ്ഞുകൊണ്ട് പൊരിഞ്ഞടിയാണ്. മെയിൻ വിഷയമായിട്ട് ആദിലയും ഷാനവാസും പറയുന്നത് പുറത്ത് അനുവിനെ അനീഷിന്റെ ആർമി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞാണ് പൊരിഞ്ഞടി നടക്കുന്നത്. എന്തായാലും അനീഷും ഷാനവാസും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൽ ചെറിയൊരു വിള്ളലെല്ലാം വീണ് കഴിഞ്ഞു. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.